മധ്യ കേരളത്തെ നടുക്കിയ പ്രകൃതി ദുരന്തത്തിൽ പൊലിഞ്ഞുപോയത് നിരവധി മനുഷ്യജീവനുകളാണ്. പൂഞ്ഞാർ തെക്കേക്കര പയ്യാനിത്തോട്ടത്തിൽ ഉരുൾപൊട്ടി മരിച്ച ചൂണ്ടച്ചേരി എഞ്ചിനീയറിംഗ് കോളേജ് ക്യാന്റീൻ ജീവനക്കാരൻ മണപ്പാട് ജോസഫിൻ ജോണിയുടെ ദുരന്തകഥ നാടിനെ ഒന്നാകെ കണ്ണീരിലാഴ്ത്തുകയാണ്. ജോസഫിന് 24 വയസ്സായിരുന്നു. ഒരു മാസം മുൻപുണ്ടായ ബൈക്ക് അപകടത്തിന് കാലിന് പരിക്കേറ്റ് വീട്ടിൽ വിശ്രമത്തിലായിരുന്ന യുവാവാണ് അപ്രതീക്ഷിതമായി എത്തിയ ഉരുൾപൊട്ടലിൽപ്പെട്ട് മരിച്ചത്. ഈരാറ്റുപേട്ടയിൽ വെച്ചുണ്ടായ ബൈക്ക് അപകടത്തെ തുടർന്ന് നടക്കാൻ പോലും പ്രയാസപ്പെട്ട് വീട്ടിൽ കഴിഞ്ഞിരുന്ന ജോസഫിന് ഉരുൾ ഇരച്ചെത്തിയപ്പോൾ ഓടി രക്ഷപ്പെടാൻ സാധിച്ചില്ല. ജോസഫിൻ മരിച്ചു എന്ന വാർത്ത വന്ന സമയത്ത് അമ്മ റെജീന കുടുങ്ങിക്കിടക്കുകയാണെന്നും രക്ഷാപ്രവർത്തനം നടക്കുകയാണെന്നുമായിരുന്നു വാർത്ത വന്നിരുന്നത്. എന്നാൽ പിന്നീട് അറിഞ്ഞത് അമ്മ റെജീനയും അന്തരിച്ചു എന്ന് തന്നെയാണ്. ഒരു കുടുംബത്തിലെ 2 മരണ വാർത്ത തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവരെയും ഞെട്ടിക്കുന്നത്. അതേസമയം മഹാദുരന്തത്തിൽ നിന്ന് കുടുംബത്തിലെ മറ്റ് അംഗങ്ങൾ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. സ്കൂൾ ബസ് ഡ്രൈവറായ പിതാവ് MJ ജോണി ദുരന്ത സമയത്ത് അടുത്ത വീട്ടിലായിരുന്നതിനാൽ രക്ഷപ്പെട്ടു. മക്കളായ ജോമിറ്റും സോമിറ്റും സംഭവ സമയത്ത് വീട്ടിൽ ഉണ്ടായിരുന്നില്ല. ഇളയ പെൺകുട്ടി സഹോദരിയുടെ വീട്ടിലേക്ക് പോയതും ദുരന്തത്തിന്റെ ആഘാതം കുറച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഇടമല ഭാഗത്ത് നിന്നാണ് വലിയ ശബ്ദത്തോടെ ഉരുൾപൊട്ടി ഒലിച്ചെത്തിയത്. സാധാരണഗതിയിൽ ഉരുൾപൊട്ടൽ സംഭവിക്കാത്ത പ്രദേശത്താണ് അപ്രതീക്ഷിതമായി ഈ വൻ ദുരന്തം വിതച്ചതെന്ന് നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നു. വീടും പരിസരവും നിമിഷങ്ങൾക്കകം മഴവെള്ളപ്പാച്ചിലും കല്ലിലും മണ്ണിലും മുങ്ങിപ്പോവുകയായിരുന്നു. കോട്ടയത്തിന് പുറമെ ഇടുക്കി ജില്ലയിലെ മലയോര മേഖലകളിലും ദുരന്തം സമാനതകളില്ലാത്ത നാശനഷ്ടങ്ങൾ വിതച്ചു. ഇടുക്കി അടൂർ മലയിൽ ഉണ്ടായ ഭീകരമായ ഉരുൾപൊട്ടലിൽ കാണാതായ സുമതി എന്ന വീട്ടമ്മയുടെ മൃതദേഹം മണിക്കൂറുകൾ നീണ്ട കഠിനമായ തിരച്ചിലിനൊടുവിലാണ് രക്ഷാപ്രവർത്തകർ കണ്ടെടുത്തത്. ഉരുൾപൊട്ടലിന്റെ ആഘാതത്തിൽ വീട് പൂർണ്ണമായി തകർന്ന തരിപ്പണമായിരുന്നു. വീട് നിന്നിരുന്ന സ്ഥലത്ത് നിന്നും ഏതാണ്ട് 500 അടിയോളം താഴെ നിന്നാണ് രക്ഷാപ്രവർത്തകർ സുമതിയുടെ മൃതദേഹം കണ്ടെടുത്തത്. പ്രകൃതിയുടെ രൗദ്രഭാവം പ്രദേശം ഒന്നാകെ തച്ചുടച്ച നിലയിലാണ്. ദുരന്ത സമയത്ത് സുമതിയോടൊപ്പം വീട്ടിലുണ്ടായിരുന്ന ഭർത്താവ് രവിയെയും മകൻ രാജേഷിനെയും നാട്ടുകാരും രക്ഷാപ്രവർത്തകരും ചേർന്ന് സാഹസികമായി രക്ഷപ്പെടുത്തി. ഉരുൾപൊട്ടലിൽ ഗുരുതരമായി പരിക്കേറ്റ മകൻ രാജേഷിനെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ഇദ്ദേഹത്തിന് അടിയന്തര വൈദ്യസഹായം നൽകി വരികയാണ്. മറ്റൊരു ദുരന്ത വാർത്ത വന്നത് പ്രസിദ്ധ വിനോദസഞ്ചാര കേന്ദ്രമായ വാഗമണിൽ നിന്നാണ്. വാഗമൺ കോലാഹലമേട്ടിൽ തന്നെ ലീലാമണിയുടെ വീടിന് മുകളിൽ വൻതോതിൽ മണ്ണിടിഞ്ഞു വീണതായി തന്നെയാണ് കാണപ്പെടുന്നതും ഈ എല്ലാം ദുരന്തം വിതച്ച വാർത്തയായി മാറുന്നതും നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട്. പരിക്കേറ്റ് വിശ്രമിക്കുന്നതിനിടെ ജോസഫിനെ മണ്ണിലടിയിലായതും സുമതിയുടെ മൃതദേഹം കിട്ടിയതും ദൂരെ നിന്നത് പൂഞ്ഞാറിൽ മണ്ണിടിച്ചിൽ മരിച്ച ജോസഫിൻ ജോണി കുടുംബത്തോടൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. 3 മക്കളായിരുന്നു ജോണിക്ക് ഉണ്ടായിരുന്നത്. രണ്ടാമത്തെ മകനാണ് ജോസഫിൻ ജോണി. ചൂണ്ടച്ചേരി എഞ്ചിനീയറിംഗ് കോളേജ് ക്യാന്റീൻ ജീവനക്കാരാണ്. അച്ഛൻ ജോണി സ്കൂൾ ബസ് ഡ്രൈവറാണ്. ഇളയ പെൺകുട്ടി സഹോദരിയുടെ വീട്ടിലേക്ക് പോയതിനാലാണ് രക്ഷപ്പെട്ടത്. ഇടമല ഭാഗത്തു നിന്നാണ് ഉരുൾ വന്നത്. സാധാരണ ഉരുൾപൊട്ടാത്ത പ്രദേശമാണെന്ന് നാട്ടുകാർ പറയുന്നു.